കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എന്നെ സഹിച്ച് കേൾക്കാൻ പോകുന്ന താങ്കൾക്കും എൻ്റെ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ജ്യോതിഷപ്രേമികൾക്കും ഏവർക്കും എൻ്റെ നിസ്സീമമായ ശ്രേഷ്ഠമായ സുസ്വാഗതം. ഇന്ന് അത്ത നക്ഷത്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അത്ത നക്ഷത്രം ഏറ്റവും നല്ല നക്ഷത്രമാണ്. ദേവഗണത്തിൽപ്പെട്ട കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. നമ്മളൊക്കെ പറയുന്നത് ഇവർക്ക് എപ്പോൾ നല്ലത് വരും എന്നാണ്. അത്ത നക്ഷത്രം ചന്ദ്രദശയിലെ ജനനമാണ്. രോഹിണി അത്തം തിരുവോണം ചന്ദ്രദശാകാലത്ത് ജനിക്കുന്ന നക്ഷത്രമാണ് അല്ലേ? അപ്പോൾ ആ ചന്ദ്രദശ തൊട്ട് ശശിപത്ത് 7 ചൊവ്വ 18 അങ്ങനെയാണ് പോകുന്നത്. ചന്ദ്രദശ, പിന്നെ ചൊവ്വാദശ, പിന്നെ രാഹുർദശ, 30 വയസ്സ് വരെ രാഹുർദശ, 46 വയസ്സ് വരെ വ്യാഴദശ ഒക്കെ. പക്ഷെ ഇവർക്ക് ഏറ്റവും കൂടുതൽ ശനിയുടെ അപകാരങ്ങളോ ശനി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളോ അപകാരങ്ങളും ശനി ദശയൊക്കെ വരുമ്പോഴാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ നന്മകൾ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു അവസ്ഥാന്തരം കാണുന്നത്. വളരെ പാവപ്പെട്ട നക്ഷത്രക്കാരാണെങ്കിൽ കുടിലത കൂടുതലുള്ള ഒരു നക്ഷത്രമാണ്. ക്രൂക്കഡ് മൈൻഡ് ഉള്ളിൽ ഒതുക്കി വെച്ച് ഏത് തന്ത്രപ്രയോഗങ്ങളും പ്രയോഗിക്കാൻ കഴിവുള്ള ഒരു നക്ഷത്രമാണ് ഈ അത്ത. അതുപോലെ ജിജ്ഞാസുക്കളാണ്. എല്ലാ കാര്യങ്ങളും അത് ഒരു അഭിവാഞ്ചിയോടുകൂടി ചെയ്യുന്നതായിട്ടുള്ള ഒരവസ്ഥയുള്ള ഒരു നക്ഷത്രമാണ്. അതൊക്കെ പോയെന്ന് പറഞ്ഞാലും സാത്വികമല്ലാത്ത രീതിയിലും കർമ്മരഹിതമായിട്ടുള്ള രീതിയിലും ഒരു പ്രവർത്തനവും ഇവർ ചെയ്യത്തില്ല എങ്കിൽ ഒരുപാട് രഹസ്യങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു നക്ഷത്രം കൂടാണ് അത്ത നക്ഷത്രം. ഒരുപാട് രഹസ്യങ്ങൾ മനസ്സിൽ ഒളിപ്പിക്കാനും അതുപോലെ അവർ ചെയ്യുന്നതായിട്ടുള്ള കള്ളം പോലെയുള്ള ഏതെങ്കിലും ഒരു കള്ളം കാണിച്ചു കഴിഞ്ഞാൽ ഒരാൾ പോലും, ഒരു കുടുംബത്തിലുള്ള ആൾ പോലും, വീട്ടിലുള്ള ആൾ പോലും ആർക്കും പിടികൊടുക്കാതെ നടക്കുന്ന ഒരു നക്ഷത്രമാണ് അത്ത നക്ഷത്രം. അത്ര കുലീനതയുള്ള ഒരു നക്ഷത്രവും അധ്വാനശീലരും അതുപോലെ വശീകരണ ശക്തി കൂടുതലുള്ളതും സുന്ദരന്മാരും സുന്ദരികളായിട്ടുള്ളതും ചേതോമയമായിട്ടുള്ളതും അടുക്കും ചിട്ടയും മടിയുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരു നക്ഷത്രമാണ് അത്ത നക്ഷത്രം. ജീവിതശൈലി എന്നിവ ഇവരുടെ ലക്ഷണങ്ങൾ. അങ്ങനെയുള്ള ആ ഒരു ജീവിതശൈലി ഇവരുടെ ജീവിതത്തിലെ ഒരു ലക്ഷണമാണ്. ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളും ദുരിതങ്ങളും ഒക്കെ 30 വയസ്സ് വരെ അനുഭവിച്ചുകൊണ്ട് മാത്രമേ ഇവർ മുന്നേറുകയുള്ളൂ. സംശയമില്ലാത്ത കാര്യമാണ്. അത്ത നക്ഷത്രത്തിന് പൊതുവായിട്ട് കലാകാരന്മാര്, അതുപോലെ പിന്നെ എന്താ പറയാ, എന്തെങ്കിലും ടെക്നിക്കൽ ജോലി ചെയ്യുന്നവരെ, ഓട്ടം ചാട്ടം കായിക സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ ഇപ്പം പ്രവർത്തിക്കുന്നവർക്ക് കണ്ടകശനി കൂടാണ്. ശ്രദ്ധിക്കുക. കാരാഗ്രഹ ബന്ധനമൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പോലീസ് കേസ്, മറ്റു കാര്യങ്ങൾ. ഇപ്പൊ 2 വർഷമായി തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ അടുത്ത ജനുവരി 2020 ജനുവരി മാസം വരെ ക്ലിപ്തമായിട്ട് പറയുന്നില്ല, വരട്ടെ. ആ സമയത്ത് നമുക്കറിയാം കണ്ടകശനി ഉണ്ട്. ഈ സമയം വാഹനം, വസ്ത്രം, ആഡംബര സാധനങ്ങൾ ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കുന്ന അത്ത നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ശനിദശ ഉള്ളവർക്ക് 46 വയസ്സ് കഴിഞ്ഞ് ഒരു 50 വയസ്സ് 55 വയസ്സിനിടയ്ക്കുള്ളവർക്ക് വീട്, വാഹനം, ഭൂമി ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജോലി അല്ലെ കർമ്മ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും ഉദര സംബന്ധമായിട്ടുള്ള വ്യാധി ഉണ്ടായിരിക്കാൻ, ഫുഡ് പോയിസൺ ഒക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിച്ചൊക്കെ ആഹാരം കഴിക്കുന്നതും പച്ചക്കറിയൊക്കെ കൂടുതൽ കഴിക്കുന്നതും അവിയലും കഴിക്കുന്നതൊക്കെ നല്ലതാണ്. ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇവരുടെ വാക്കുകൾ ആരെ ആകർഷിക്കപ്പെടുന്നതായിട്ടുള്ള വാക്ചാതുര്യമുള്ള ഒരു നക്ഷത്രം കൂടാണ് അത്ത നക്ഷത്രം. നല്ല സൗമ്യ സ്വഭാവത്തോടുകൂടി നിൽക്കുമെങ്കിലും ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് സ്വകാര്യങ്ങളും ഒക്കെ സൂക്ഷിക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് അത്ത നക്ഷത്രം. ഈ ഒരു ചുരുങ്ങിയ 30ാമത്തെ വയസ്സ് വരെ കഷ്ടതയാണെങ്കിൽ 46 വയസ്സ് വരെ വ്യാഴം ബലവാനായിട്ട് ഗ്രഹനിലയിൽ നിൽക്കുകയാണെങ്കിൽ ആ വ്യാഴദശയിൽ മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിക്കുക, മഞ്ഞപ്പെട്ട് ചാർത്തുക, തുളസിമാല ചാർത്തുക, ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഫലം അത്ത നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. സംശയമില്ലാത്ത കാര്യമാണ്. ഇവർക്ക് പ്രതികൂലമായിട്ടുള്ള നക്ഷത്രമാണ് ചോദ്യാനിട, മൂല, അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം. ഇവർക്ക്
വളരെയധികം മോശമായിട്ടുള്ള നക്ഷത്രമാണ്. ഇവരുമായിട്ട് കൂട്ടുകൂടുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക, കമ്പനി സംബന്ധമായിട്ട് ഷെയറിൽ ചേരുക, എന്താ പറയുക, സിനിമാ ഫീൽഡിലൊക്കെയുള്ള അഭിനയം, കല, സാഹിത്യം, എഴുത്ത്, ഇതൊക്കെയുള്ള ഒരു ഒന്നിച്ചുള്ള കൂട്ടുകെട്ടിൽ നിന്ന് തിക്താനുഭവങ്ങളിൽ ചില മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഈ എളിയ മനുഷ്യൻ്റെ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.